ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടിരുന്നു കേട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു വാർത്തയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടൊക്കെ കഴിഞ്ഞ് കാണും. സാധാരണ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിക്കുന്ന അമ്മയും അച്ഛനെയും പേരൻസിനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ടൊരു അമ്മയുടെ ഒരു വാർത്ത ഇന്നലെ എല്ലാവരും കണ്ടു കഴിഞ്ഞാണ്. അതായത് സ്വന്തം മകനെ പോലീസിൽ പിടിച്ചു കൊടുത്ത ഒരു അമ്മയുടെ ഒരു വാർത്ത. പക്ഷേങ്കിൽ ആ അമ്മ പിടിച്ചു കൊടുത്തെങ്കിൽ ആ അമ്മയ്ക്ക് എന്തോരം വിഷമം ഉണ്ടായിരിക്കുമെന്നൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചും കൂടി നോക്കണം. അപ്പം ആ മോനെന്ന് പറഞ്ഞ ഒരുപാട് എന്താ പറയുന്നത്, എത്രയോ കേസിലൊക്കെ പ്രതിയാണ്, മയക്കുമരുന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശല്യം കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിയപ്പോഴത്തേനാണ് ആ അമ്മ മകനെ പിടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാർത്തയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. എന്താ സാറേ പറയേണ്ടത്? ഇതിന്റെ അങ്ങറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ലഹരിയിലേക്ക് എഴുതി അങ്ങറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി ലോകത്തൊരമ്മയ്ക്ക് എന്നെ പോലത്തെ അനുഭവം ഇല്ലാതിരിക്കട്ടെ. അത്രയും പറഞ്ഞ് ഞങ്ങൾ ആയുസ്സും ഞങ്ങൾ ഇതുവരെയുള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓന് വേണ്ടിയിട്ടാണ് നശിപ്പിച്ചത് ഇത്രയും കാലത്തെ ജീവിതം എല്ലാം ഓന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. ഇപ്പൊ എന്തിനായാലും നിൽക്കാൻ പോകുന്നില്ല. എന്ത് തെറ്റ് ചെയ്താലും മക്കളെ സംരക്ഷിക്കുന്ന അച്ഛനെയും അമ്മയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പം ഈ അമ്മ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ സ്വന്തം മോനായാലും മക്കളാരായാലും മോളായാലും മോനായാലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. പലയിടത്തും ഇപ്പോൾ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന പല അമ്മമാർ കൊലപാതകം ചെയ്താലും പീഡനം ചെയ്താലും അമ്മയും അച്ഛനും അല്ലെങ്കിൽ വീട്ടിലുള്ളവരെല്ലാവരും അവരെ സംരക്ഷിക്കാനാണ് നോക്കുന്നത്. ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ എത്തിയവരാണെങ്കിൽ അവരെ ജാമ്യത്തിലിറക്കാനും ഒക്കെയാണ് പലരും നോക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവരെ ഒന്നും വെറുതെ വിടുകയും ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ഇവരെയൊന്നും പുറത്തിറക്കാനേ പാടില്ല. നാളത്തേക്കെങ്കിലും ജയിലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്രയും നാളെങ്കിലും ഈ വീട്ടിലുള്ളവർ സമാധാനത്തോടെ ജീവിക്കും. ഈ അമ്മ സത്യം പറഞ്ഞാൽ അത്രയും സഖി കെട്ടിട്ടാണ് അവനെ പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും അവർക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവനെ പോലുള്ളവരൊക്കെ അകത്ത് കിടക്കണം, പുറത്തിറക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.